പൊതുവെ ഈ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇത് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് ഇത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ പാർട്ട്ണർ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അവൻ ടോക്സിക് ആണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ അല്ലെ, നമ്മൾ ടോക്സിക് ആണോ അല്ലെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ടോക്സിക് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കുറച്ച് പോയിന്റ്സ് ആട്ടോ ഞാൻ ഇവിടെ പറയുന്നത്. ഈ സ്വയം ചെക്ക് ചെയ്ത് നോക്കുന്നതും തിരുത്തുന്നതും വളരെ നല്ല കാര്യം കേട്ടോ. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആർഗ്യൂ ചെയ്യാന്നുള്ളത്. നമ്മൾ എന്ത് കാര്യം പറയുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന്റെ ഇടയിലാണെങ്കിൽ നമ്മൾ വല്ലാതെ ആർഗ്യൂ ചെയ്ത് നമ്മുടെ ഭാഗം ശരിയുണ്ടോ തെറ്റുണ്ടോ ഒന്നും നോക്കാതെ വല്ലാതെ ആർഗ്യൂ ചെയ്ത് നമ്മളുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും ഒരിക്കലും നമ്മൾ എത്ര മനസ്സിലാക്കില്ല, മറ്റുള്ളവരെ മനസ്സിലാക്കാതെ എപ്പോഴും ആർഗ്യൂ ചെയ്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഈ പറഞ്ഞ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാര്. പിന്നെ പറയാനുള്ള രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സോറി പറയില്ല. ആരുടെ അടുത്താണെങ്കിലും നമ്മൾ ക്ഷമിക്കുക എന്നുള്ള ഒരു കാര്യമില്ല. അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് തോന്നുകയാണെങ്കിൽ പോലും സോറി പറയാൻ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ആ കാര്യത്തിന്, ഭയങ്കര ഈഗോ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കഴിഞ്ഞാൽ, നമ്മുടെ പാസ്റ്റിലൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പോലും നോർമലി ഒരു ഹ്യൂമൻ ബീങ്ങിന് അത് ക്ഷമിക്കുകയോ പൊറുക്കുകയോ ചെയ്യും അല്ലെ. നമ്മൾക്ക് അത്രയും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ആയിരിക്കും ഒരു പക്ഷെ നമുക്കത് ക്ഷമിക്കാനും പൊറുക്കാനും പറ്റാത്ത. അല്ലാത്ത പൊതുവേ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ഷമിക്കും പൊറുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അത് ഉള്ളിൽ തന്നെ വെച്ച് വളർത്തുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും. അവർ ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് ഉള്ളിൽ തന്നെ വെച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് അതിങ്ങനെ ഊതിപ്പെരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവരൊരിക്കലും ആ ഒരു കാര്യത്തിനെ ഫോർഗീവ് ചെയ്യേയില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് പറയാനുള്ള പോയിന്റ് എന്ന് പറയാൻ, അവര് ഭയങ്കരമായിട്ട് ബ്ലെയിം ചെയ്യും മറ്റുള്ളവരെ. ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കുക. എന്ത് കാര്യമായിക്കോട്ടെ, എന്തെങ്കിലും അവർ ചെയ്ത് നമ്മൾ അവരുടെ തെറ്റ് കണ്ട് പറയുകയാണെങ്കിൽ അത് അവൻ പറഞ്ഞിട്ടാ, അല്ലെങ്കിൽ ഇവൻ ചെയ്യാൻ പറഞ്ഞിട്ടാ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കണ്ടിട്ട് ചെയ്തതാ, ഈ വക രീതിയിലുള്ള ബ്ലെയിമിങ് ആയിരിക്കും അവരുടെ ലൈഫിൽ എപ്പോഴും. അവരുടെ നമ്മൾ എന്ത് കാര്യം പോയി ചോദിച്ചാലും അവരൊരിക്കലും അത് അവരുടെ ഭാഗത്തുനിന്ന് പറ്റിയതാന്ന് പറയാതെ ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ആയിരിക്കും കേട്ടോ ക്യാരക്ടർ ഉണ്ടാവുക. എല്ലാ മനുഷ്യരിലും ഇതൊക്കെ ചെറുങ്ങനെ ഉണ്ടാകും, അത് നോർമലാണ്. പക്ഷെ വളരെ ഹ്യൂജ് ആയിട്ട് ഈ ഒരു രീതിയിലൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും അവരടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവരാണ് ശരിക്കും ടോക്സിക് എന്നൊക്കെ പറയുന്നുണ്ടാവുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളിൽ ഇതുപോലത്തെ ക്യാരക്ടർ ഉണ്ടോ, നമ്മൾ ഇങ്ങനെയാണോ എന്നുള്ളത്. അതേപോലെ നമ്മുടെ പാർട്ട്ണറിലും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഈ വക കാര്യങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാം. കാരണം നമ്മളൊന്ന് സ്വയം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ട് തോന്നുമ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അതിന്റെ ഒരു അറിവിലേക്ക് പറഞ്ഞതാട്ടോ.